സ്പോൺസർ സ്വന്തം നിലയിൽ അവിടെ പരിശോധനയൊക്കെ നടത്തുന്നു. അതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു യോഗം നടക്കുന്നത്. ആ യോഗത്തിലാണ് സർക്കാരിൻ്റെ പണം കൂടി ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നത്. ഇവയൊന്നും എന്തുകൊണ്ട് പരസ്യപ്പെടുത്തിയില്ല, സർക്കാരിൻ്റെ നടപടിക്രമങ്ങൾ പാലിക്കാത്തത് എന്തുകൊണ്ടാണ് തുടങ്ങിയ ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർന്നു വരികയല്ലേ. ഇപ്പോൾ സർക്കാരിൻ്റെ പണം ചെലവഴിക്കണേ ബില്ലിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ അതിനൊട്ടേറെ നടപടിക്രമങ്ങളുമുണ്ടല്ലോ. ഈ പണം റിലീസ് ചെയ്തതായി അല്ലെങ്കിൽ പണം നൽകാം എന്ന ഉറപ്പ് സർക്കാർ തത്വത്തിൽ എടുത്തു എന്ന കാര്യം കൂടി വ്യക്തമാകുന്നുണ്ടോ? GCയുടെ ഈ ഭരണസമിതി യോഗത്തിലെ അജണ്ടയിൽ ഇക്കാര്യം രേഖപ്പെടുത്തുമ്പോഴും സർക്കാരിൻ്റെ പണം അതിനുവേണ്ടി ചെലവഴിച്ചിട്ടുണ്ടോ, അതിനുള്ള അനുമതി, ഭരണപരമായ അനുമതി ലഭിച്ചു എന്ന കാര്യത്തിൽ വ്യക്തത വരുന്നുണ്ടോ? GCയുടെ പ്രതികരിക്കുന്നുണ്ടോ? രതീഷ, ഇക്കാര്യത്തിൽ കൃത്യമായി പ്രതികരിക്കേണ്ടത് കായിക വകുപ്പും കായിക മന്ത്രിയും തന്നെയാണ്. 30-ാം തീയതി സെപ്റ്റംബർ 30-ന് അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഈ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതായത് സർക്കാർ ഫണ്ട് SKFന് കൈമാറാമെന്ന് ആ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനം നടപ്പായിട്ടുണ്ടോ ഇല്ലയോ എന്നത് വ്യക്തമല്ല. എത്ര ഫണ്ട് നൽകും എന്ന കാര്യത്തിലും ഇതിൽ വ്യക്തത. പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാണ് GCDയുടെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയ, അതായത് ഇതൊരു പബ്ലിക് ഡോക്യുമെന്റ് ആണ്. ആ രേഖയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെ ഒരു തീരുമാനം സർക്കാർ തലത്തിൽ എടുത്തിട്ടുണ്ട്. സർക്കാരിന്റെ പണം കൈമാറാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നതാണ്. ആ തീരുമാനം നടപ്പായിട്ടുണ്ടോ, സർക്കാർ മുന്നോട്ട് പോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാകാനിരിക്കുന്നു. സർക്കാരിന്റെ പണം ചെലവഴിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് കൃത്യമായ മാനദണ്ഡങ്ങളും പാലിക്കേണ്ടി വരും. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അജണ്ടയിലെ വാക്കുകൾ നമ്മൾ കൃത്യമായി വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് സർക്കാർ ഈ പണം കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെ സ്പോൺസർ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ്. അതായത് സർക്കാർ പണം കൈമാറുന്നതിന് മുൻപ് തന്നെ, ഈ തീരുമാനം എടുക്കുന്നതിന് മുൻപ് തന്നെ ആ നവീകരണ പ്രവർത്തനങ്ങൾ അവിടെ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അത് വളരെ പ്രധാനമാണ്. അവിടെ ഒരു സ്പോൺസറെ ഏൽപ്പിക്കുന്നു, നവീകരണ പ്രവർത്തനങ്ങൾ അപ്പോൾ തന്നെ തുടങ്ങുന്നു. സ്വന്തം നിലയിൽ അക്കാര്യങ്ങൾ, ആ വാർത്തയൊക്കെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നു, മറ്റു മാധ്യമങ്ങളുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. അതിന് പിന്നാലെയാണ് കൊച്ചി കലൂർ സ്റ്റേഡിയം നവീകരിക്കാൻ സർക്കാരിൻ്റെ പണം ഉപയോഗിക്കുന്നു എന്നത് വ്യക്തമാക്കുന്ന GCയുടെ വളരെ പ്രധാനപ്പെട്ട അജണ്ടയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്.